ഇന്ന് ഞാൻ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനന്ന് അടച്ചത്. അപ്പോൾ ഇറങ്ങാൻ വൈകി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചേട്ടന് നാട്ടിലൊരു മരിപ്പുള്ളത് കൊണ്ട് ചേട്ടൻ അങ്ങോട്ട് പോയിരിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് തുറന്നതും അടച്ചത് ഞാനാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ വൈകിട്ടോ. അപ്പോൾ 6 മണിയായി. അപ്പോൾ ഇന്ന് മക്കളെല്ലാം നോമ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പോയിട്ട് എനിക്കൊന്നും ഉണ്ടാക്കാനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് പോകുമ്പോൾ 10 പൊറോട്ട മേടിച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ ഇന്നലെ മേടിച്ച് വെച്ച ബീഫ് കറീൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൊറോട്ട ഒക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് പോകണം. അപ്പോൾ പോകുന്ന വഴിക്കല്ല, നമ്മുടെ കടയിൽ നിന്ന് തന്നെ ബേക്കറിയിൽ നിന്ന് ഒരു ഇറാനി മത്തനും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോയതും പിള്ളേർക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പിള്ളേർക്ക് പള്ളിയിൽ പോകാനുള്ള സമയമായി. പള്ളിയിൽ പോയിട്ട് ഇനി അവിടെ നിന്ന് ജീരകക്കഞ്ഞി എന്തെങ്കിലും കടിയൊക്കെ കഴിച്ച് നോമ്പ് തുറന്നിട്ടാണ് വീട്ടിലോട്ട് വരിക. അപ്പോഴേക്കും എനിക്കിതാക്കിയാൽ മതി. അപ്പോൾ പിന്നെ നെയ്ച്ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, ഇന്നലെ വെച്ചത് തന്നെ. അപ്പോൾ ഞാനത് വന്നതും ആവി കയറ്റി എടുത്തു കേട്ടോ. അങ്ങനെ പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ വന്നത് ഞാനിതൊന്ന് ജ്യൂസ് ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം അതിന് ചുരണ്ടി എടുക്കണം. അപ്പോൾ ഞാഫി 2 ദിവസമായി പറയണം കേട്ടോ, തണ്ണിമത്തൻ വേണമെന്ന്. ഞാഫിക്ക് തണ്ണിമത്തനും ഞാഫിന് ഐസ്ക്രീമും വേണം. അപ്പോൾ ഞാനിത് ഐസ്ക്രീമൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. ഐസ്ക്രീം ഞാൻ മാറ്റി വെച്ചു. എന്തിനാ വെച്ചാൽ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മിൽക്ക് ഷേക്ക് അങ്ങനെയുള്ളത് ഞാൻ കടയിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് വേണമെങ്കിൽ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇന്ന് നാരങ്ങ വെള്ളമൊന്നും ഞാൻ കലക്കില്ല. അപ്പോൾ ഞാനിത് മുഴുവൻ ഇതൊന്ന് വടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലൂടെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഞാനത് കുറച്ച് തണ്ണിമത്തൻ അതൊന്ന് മാറ്റിയെടുത്ത് ഇത്തിരി കട്ടപ്പാലും ഇട്ട് അടിച്ച് ചേർത്തിട്ടാണ് കേട്ടോ അത് ജ്യൂസാക്കി എടുക്കുന്നത്. അപ്പോൾ മിക്സിയിലിട്ട് അടിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോരി കഴിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് ഇത്തിരി എടുത്ത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് 3-4 കഷ്ണം കട്ടപ്പാൽ കൂടെ ചേർത്തിട്ട് ഒന്ന് അടിക്കുക. എന്നിട്ട് നമ്മുടെ ബാക്കി മത്തനിലോട്ട് അങ്ങ് ചേർക്കുക. അപ്പോൾ ഞാൻ ചേർത്ത് കഴിഞ്ഞപ്പോൾ ആ മിക്സിൻ്റെ അടിയിൽ എന്തൊക്കെയോ ഒരു സംഭവം. ഞാൻ ഓർത്ത് പഠിച്ചോനെ ഇതെന്താണെന്ന് നോക്കുമ്പോൾ അതിൻ്റെ കുരു ഒന്ന് പൊടിഞ്ഞാണ് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് അതിൽ ഇത്തിരി ഐസ് ക്യൂബ് കൂടെ ഇടുക, മിക്സ് ചെയ്യുക, കടകട ഇളക്കുക. അപ്പോൾ ഇതൊന്ന് ഇളക്കി ആയി വരുമ്പോഴേക്കും ബാങ്ക് വിളിച്ചു കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം ഞാൻ ഇത്തിരി ബേബിക്കും കൊടുത്ത് ഞാനും കഴിച്ചു. അങ്ങനെ ഇതുകൊണ്ട് നോമ്പ് തുറക്കും.